നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വൈദ്യുതിയെക്കുറിച്ച് പറയുകയാണ്. വൈദ്യുതി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. വൈദ്യുതി എന്താണ്? ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. അതുപോലെ തന്നെ വൈദ്യുതി ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. വൈദ്യുതി എന്താണ്? ഒരു ഊർജ്ജരൂപമാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ജലത്തിൽ നിന്നുമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? ജലത്തിൽ നിന്നുമാണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. തമിഴ്നാടാണ്. കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചതാണ് തമിഴ്നാടാണ്. അതുപോലെ തന്നെ വൈദ്യുതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈദ്യുതിയുടെ പിതാവ് ആരാണ്? മൈക്കിൾ ഫാരഡേ. വൈദ്യുതി കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? മൈക്കിൾ ഫാരഡേയാണ്. വൈദ്യുതിയുടെ പിതാവും വൈദ്യുതി കണ്ടുപിടിച്ചതും ആര് തന്നെയാണ്? മൈക്കിൾ ഫാരഡേയാണ്. അതുപോലെ പറയുകയാണ് മൈക്കിൾ ഫാരഡേയാണ്. അതുപോലെ ഡൈനാമോ കണ്ടുപിടിച്ചു ആരാണ്? മൈക്കിൾ ഫാരഡേ. വൈദ്യുത കാന്തിക പ്രേരണം കണ്ടുപിടിച്ചു മൈക്കിൾ ഫാരഡേ. കണ്ടുപിടിച്ചതാരാണ്? മൈക്കിൾ ഫാരഡേയാണ്. അതുപോലെ വൈദ്യുതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വൈദ്യുതി ഇലക്ട്രോണുകളുടെ പ്രവാഹമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വൈദ്യുതിയെക്കുറിച്ച് പറയുമ്പോൾ ചാലകങ്ങൾ, അർദ്ധചാലകങ്ങൾ, കുചാലകങ്ങൾ. അപ്പം ചാലകങ്ങൾ എന്താണ്? വിദ്യുത് ചാലകങ്ങൾ എന്താണ്? അതായത് വൈദ്യുതിയെ കടത്തിവിടുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് വിദ്യുത് ചാലകങ്ങൾ. ലോഹങ്ങളെല്ലാം തന്നെ എന്താണ്? നല്ല വിദ്യുത് ചാലകങ്ങളാണ്. വൈദ്യുതിയെ ഏറ്റവും നല്ല രീതിയിൽ കടത്തിവിടുന്ന ഒരു ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? വെള്ളിയാണ്. അതുപോലെ അർദ്ധചാലകങ്ങൾ എന്ന് പറയുമ്പോൾ അറിയാം വൈദ്യുതിയെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണെന്ത്? അർദ്ധചാലകങ്ങൾ. ജർമേനിയവും സിലിക്കണും എന്തിനുദാഹരണങ്ങളാണ്? അർദ്ധചാലകങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ പറയുകയാണെങ്കിൽ സിലിക്കൺ എന്തിനുപയോഗിക്കുന്നു? സിലിക്കൺ IC ചിപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ സിലിക്കൺ വാലി ഓഫ് ഇന്ത്യ ഏതാണ്? ബാംഗ്ലൂരാണ്. പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്നത് ബംഗളൂരുവാണ്. ഇന്ത്യയുടെ IT തലസ്ഥാനം എന്നറിയപ്പെടുന്നതിനെയാണ് ബംഗളൂരുവിനെയാണ്. വൈദ്യുതിയുടെ SI യൂണിറ്റ് എന്താണ്? ആംബിയറാണ്. വൈദ്യുതിയുടെ വ്യവസായിക യൂണിറ്റ് എന്താണ്? കിലോ വാട്ട് അവറാണ് വൈദ്യുതിയുടെ വ്യവസായിക യൂണിറ്റ്. ഇനി നമ്മൾ കുചാലകങ്ങളെ കുറിച്ച് പറയുകയാണ്. കുചാലകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്ററുകൾ. വൈദ്യുതിയെ കടത്തിവിടാത്ത വസ്തുക്കളാണെന്ത്? ഇൻസുലേറ്ററുകൾ അല്ലെങ്കിൽ കുചാലകങ്ങൾ. തടി, റബ്ബർ, പ്ലാസ്റ്റിക് തുടങ്ങിയ എന്തുദാഹരണങ്ങളാണ്? കുചാലകങ്ങൾക്ക് ഉദാഹരണമാണ്. അതുപോലെ മിന്നലിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഫുൾ മിനോളജിയാണ്. അതുപോലെ തന്നെ മിന്നൽ രക്ഷാകവചം കണ്ടുപിടിച്ചത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.